കഴിഞ്ഞ ദിവസം ആടുജീവിതം എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ എമ്പുരാന്റെ അപ്ഡേറ്റ് പൃഥ്വിരാജ് പങ്കുവച്ചതാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കാരണം എമ്പുരാൻ എന്ന സിനിമയിൽ മോഹൻലാൽ വരാൻ പോകുന്ന രീതിയെക്കുറിച്ചായിരുന്നു പൃഥ്വിരാജ് സംസാരിച്ചതും. മോഹൻലാലിനെ നായകനാക്കി മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രം എമ്പുരാൻ ഇതിനോടകം തന്നെ വിസ്മയങ്ങൾ നിറഞ്ഞതാണ്. USA-യിലും UK-യിലും ലൊക്കേഷനുകളിൽ ചിത്രീകരണം പൂർത്തിയായ ചിത്രം ഏറ്റവും ചിലവേറിയ മലയാള ചിത്രം എന്നതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോജക്റ്റുകളിൽ ഒന്നുകൂടിയാണ് എമ്പുരാൻ. മുരളി ഗോപി തിരക്കഥ എഴുതിയ എമ്പുരാൻ ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമാണ്. മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രഹാം, പൃഥ്വിരാജിന്റെ സായിദ് മസൂദ്, ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ്, മഞ്ജു വാര്യരുടെ കഥാപാത്രം ഇന്ദ്രജിത് സുകുമാരൻ എന്നിവരുടെ കഥാപാത്രങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ടാകും. അടുത്തിടെ ഫിലിം കമ്പനി നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജ് സിനിമയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയുണ്ടായി. ലഡാക്ക്, അറ്റ്ലാന്റ്, ന്യൂയോർക്ക്, USA എന്നിവിടങ്ങളിലെ ചിത്രീകരണത്തിൽ നിന്ന് ചേർന്ന ചില സീക്വൻസുകൾ വെളിപ്പെടുത്തിയപ്പോൾ ചിത്രത്തിൽ മോഹൻലാൽ ഖുറേഷി എബ്രഹാമിന്റെ വേഷത്തിൽ എത്തുമെന്നാണ് പൃഥ്വി പറയുന്നത്. മോഹൻലാൽ മുണ്ടുടുത്ത് ഒരു ക്ലോസ്ഡ് ഡൗൺ ഫാക്ടറിയിൽ അടിയിടുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പ്രതീക്ഷിക്കരുത് എന്നാണ് പൃഥ്വിരാജ് പങ്കുവച്ചിരിക്കുന്നത്. ആരാധകരും മലയാളി പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാലിന്റെ മുണ്ടുടുത്തുള്ള മാസ് സീനുകളാണ്. എന്നാൽ ലൂസിഫറിൽ കണ്ടതുപോലുള്ള സീനുകൾ എമ്പുരാനിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് പൃഥ്വിരാജ്. ലൂസിഫറിലെ മാസ് ആക്ഷൻ രംഗം പരാമർശിച്ച് സ്റ്റീഫൻ തന്റെ സഹായികളെ മറ്റൊന്ന് കാണിച്ച് അത്ഭുതപ്പെടുത്തുന്നു. അതിന്റെയൊക്കെ ഒരു ആവേശം. എന്നാൽ അങ്ങനെയുള്ള രംഗങ്ങൾ എമ്പുരാൻ എന്ന സിനിമയിൽ കാണില്ല എന്നതാണ് മറ്റൊരു രീതിയിൽ പൃഥ്വിരാജ് വ്യക്തമാക്കുന്നതും. ലൂസിഫറിലെ ഒരു പ്രത്യേക ഡാൻസ് നമ്പർ ഉൾപ്പെടുത്തിയതിന് അപവാദങ്ങൾ നേരിട്ട പൃഥ്വിരാജ് തന്നെ സിനിമയുടെ ഭാഗമായി ബോളിവുഡ് ശൈലിയിലുള്ള അവസാന ടൈറ്റിൽ ഗാനം ഉൾപ്പെടുത്തുമെന്ന് തമാശ രൂപേണ പറയുകയും ചെയ്യുന്നുണ്ട് ഈ അഭിമുഖത്തിൽ പൃഥ്വിരാജ്. ഫാൻസുകാരെ ഒന്ന് ടീസ് ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് പൃഥ്വിരാജിനെ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഈ ഗാനരംഗം ചിത്രീകരിച്ചതിനായിരുന്നു. പൃഥ്വിരാജിന്റെ വാക്കുകൾ കൂടുതൽ വ്യക്തമായി പരിശോധിച്ചാൽ എമ്പുരാൻ സാധാരണ കൊമേഴ്സ്യൽ സിനിമ പോലെ ഒന്നാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ലൊക്കേഷനുകളിലെ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല. അവിടുത്തെ ഗവൺമെന്റിന്റെ പെർമിഷനും ലൊക്കേഷൻ പെർമിറ്റ്, കാലാവസ്ഥ തുടങ്ങിയ ഒരുപാട് ഫാക്ടറുകൾ അതിലുണ്ട്. അതുകൊണ്ട് അവിടേക്കുള്ള പോർഷനുകൾ ആദ്യം തീർക്കാനാണ് പ്ലാൻ. ഇനി ബാക്കിയുള്ള വിദേശ ലൊക്കേഷൻ UAE മാത്രമാണ്. വേനൽക്കാലത്തിന് ശേഷം അവിടെ ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ. UK-യിലും US-ലും ഷൂട്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ തീർത്തു കഴിഞ്ഞു. ഇനി ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ ബാക്കിയുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഇതുവരെ ഏകദേശം 20% ഷൂട്ട് മാത്രമേ തീർന്നിട്ടുള്ളൂ. ആളുകൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലൂസിഫറിന്റെ ഒരു തുടർച്ചയല്ല ഞാൻ സംവിധാനം ചെയ്യുന്നത്. മോഹൻലാൽ മുണ്ടുമടക്കി കുത്തി ഒരു അടച്ചിട്ട ഫാക്ടറിയിൽ ആളുകളെ അടിച്ചിടുന്നത് ഒന്നും ഈ സിനിമയിൽ ഉണ്ടാകില്ല. അങ്ങനെ ഒരു സിനിമയല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ. ഒരു ബോളിവുഡ് സ്റ്റൈൽ പാട്ട് എൻ ക്രെഡിറ്റിൽ ഉണ്ടാകും. ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനാകൂ എന്നും പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നുണ്ട്. ലൂസിഫറിന്റെ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു തുടർച്ചയാണ് ഞാൻ ചെയ്യുന്ന സിനിമയെന്ന് എനിക്കറിയില്ല എന്നും പൃഥ്വിരാജ് പറയുകയാണ്. ഇത് തന്നെയായിരുന്നു മോഹൻലാലും മുൻപ് ആടുജീവിതം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞു വെച്ചതും. അന്ന് എല്ലാവരും ചോദിച്ചു എന്താ ലാലേട്ട ഇങ്ങനെ പറയുന്നത് എന്ന്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ തുടർച്ച എന്ന് പറയപ്പെടാമെന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ എന്ന രീതിയിലാണ് മോഹൻലാൽ അതിനെ പറഞ്ഞു വെച്ചത്. അപ്പോൾ രണ്ട് സിനിമകളും വേറെ വേറെ എന്ന് പറയേണ്ടതുണ്ട്. മറ്റേത് കൂടുതലും കേരള രാഷ്ട്രീയവുമായി അടുത്തു നിൽക്കുന്ന സിനിമയായതുകൊണ്ട് തന്നെ മറ്റ് ഇൻഡസ്ട്രിയിൽ ഓടാൻ വളരെ ചാൻസ് കുറവാണ്. അങ്ങനെ തന്നെയാണ് ചിത്രത്തിന് സംഭവിച്ചതും. മോഹൻലാലിന്റെ മുണ്ടും ഷർട്ടും ഒക്കെ മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ അത്ര കണ്ട് സ്വീകരിക്കപ്പെടില്ല. അത് കേരളത്തിന്റെ ഒരു സ്റ്റൈലാണ്. എന്നാൽ എമ്പുരാൻ എന്ന സിനിമ സംസാരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെ മുണ്ടും ഷർട്ടും ഒന്നും മോഹൻലാൽ ഇട്ട് കാണണമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ഉഷാവുതുപ്പ് റെൻഡർ ചെയ്ത ലൂസിഫറിന്റെ അവസാന ശീർഷഗാനം എമ്പുരാൻ രണ്ടാം ഭാഗത്തിന്റെ പേര് സൂചിപ്പിക്കുക മാത്രമല്ല സിനിമയിലെ ഖുറേഷി എബ്രഹാമിന്റെ ഭൂതകാലത്തിലൂടെ പ്രേക്ഷകരെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതാണ് എമ്പുരാൻ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുന്നതും. സിനിമയുടെ 20% ഷൂട്ടിംഗ് മാത്രമേ ടീം പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നും അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ത്യയിൽ ചിത്രീകരിക്കാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ചെന്നൈയിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളോടെ ഇത് ആരംഭിക്കും. അതിൽ മിക്ക പ്രമുഖ അഭിനേതാക്കളും ഉണ്ടായേക്കും എന്നുമൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതോടെ തന്നെ കേരളത്തിലും ചിത്രത്തിന്റെ ഷെഡ്യൂളുകൾ ഉണ്ടാകും എന്ന രീതിയിൽ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതേസമയം മാർച്ച് 28 തിയേറ്ററിൽ എത്താൻ പോകുന്ന ബ്ലസ്സിയുടെ ആടുജീവിതം ഏപ്രിൽ 10 ഈദ് റിലീസായി അക്ഷയ് കുമാറിന്റെയും ടൈഗർ ഷെറോഫിന്റെയും ബഡേമിയ ചോട്ടേമിയ എന്നിവയുൾപ്പെടെ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൃഥ്വിരാജിന്റെ 2 വലിയ റിലീസുകൾ ഉണ്ടാകും. രണ്ടാമത്തേതിൽ നടൻ വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്.